ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ അൽഗോരിതം ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഓരോ യൂട്യൂബറും മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഏകദേശം 10-24 ദിവസമായി ഞാൻ ഈ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം ഡ്രോപ്പ് ആയിട്ട്, അതായത് ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഞാൻ ഈ ഒരു അൽഗോരിതം ചേഞ്ചസിനെ കുറിച്ചിട്ട് എൻ്റെ ഫാമിലിയുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ തന്നെ വീഡിയോസ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ കാരണം നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എനിക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല, ചാനലിൽ വ്യൂസ് വരുന്നില്ല, മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണ്, വ്യൂസ് പഴയ പോലെ കാണുന്നില്ല, എന്താണെന്ന് അറിയില്ല, സെറ്റിങ്സ് എല്ലാം പ്രോപ്പറാണ്, ഒന്ന് ചെക്ക് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജ് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ അൽഗോരിതം ചേഞ്ചസിനെ കുറിച്ച് എൻ്റെ ഫാമിലിയുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു മൈക്കിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു മൈക്കിന്റെ ചാർജ് ഡിസ്സായി. അപ്പോൾ വീണ്ടും മൈക്ക് ഇതൊന്ന് കുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പച്ചകത്തി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടി ഒരു മൈക്ക് എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം, ഓരോ ക്രിയേറ്റേഴ്സും. എന്താന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോഴത്തെ യൂട്യൂബിന്റെ നിലവാരം വെച്ചിട്ട് യൂട്യൂബിൽ ഒരുപാട് പേര് നല്ല പെർഫോമൻസും നന്നായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കി ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വ്യൂസും ഉണ്ട്, ഏണിങ്സും ഉണ്ട്, നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. AI-ന്റെ ഫീച്ചേഴ്സും ഒക്കെ ഉപയോഗിച്ച് വീഡിയോ ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരുപാട് പേര് വീഡിയോസിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു, ഒക്കെ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യൂ, ഇനിയും ഏണിങ്സ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കാണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. നമ്മുടെ ചാനലിലെല്ലാം വ്യൂസ് വരുന്നത് SEO അനുസരിച്ചിട്ടാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ വ്യൂസ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം നന്നായി കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ യൂട്യൂബ് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോസിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു SEO അനുസരിച്ചിട്ടാണ് യൂട്യൂബിന്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ SEO എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന വീഡിയോയുടെ കണ്ടന്റ് എത്തരത്തിലാണ്, നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നത് എത്തരത്തിലാണ്, ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ നമ്മുടെ വീഡിയോയ്ക്ക് എത്തരത്തിൽ കാണുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കിയിട്ടും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്താലേ നമ്മുടെ വീഡിയോ രക്ഷപ്പെടൂ എന്നുള്ളതല്ല. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ നമ്മുടെ ഓഡിയൻസിന് എൻഗേജഡ് ആക്കി ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വീഡിയോസ് പഴയ കാലഘട്ടത്തിൽ നമ്മൾ തമ്പനയിലൊക്കെ വെക്കുമ്പോൾ വല്ല ക്ലിക്ക് ബൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്താലും ഒരുപാട് പേര് ക്ലിക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് നമ്മൾ ടൈറ്റില്, തമ്പനയില് എല്ലാം കൊടുത്താലേ നമ്മുടെ ഫാമിലി നമ്മുടെ അടുത്ത് ട്രസ്റ്റബിൾ ആയിട്ട് വീഡിയോസ് കാണുള്ളൂ. പഴയ കാലഘട്ടം പോലെ ഉടായ്പ പരിപാടി നടക്കില്ല. ഇപ്പൊ നമ്മൾ ടൈറ്റില് നല്ല രീതിയിൽ തന്നെ, തമ്പനയില് മെയിൻ ആയിട്ട് തമ്പനയില് ക്ലിക്ക് ബൈറ്റ് കൊടുക്കാണ്ട് നിങ്ങൾ എന്താണോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ പോലെയല്ല, ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട്. എങ്ങനെയുള്ള വീഡിയോ ആണ് ഇദ്ദേഹം ഇടുന്നത്, എങ്ങനെയുള്ള കണ്ടന്റ് ആണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് വീണ്ടും നിങ്ങൾ ഇടുന്ന വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തിക്കൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യണം. തമ്പനയിൽ നല്ല സത്യസന്ധമായിട്ട് വീഡിയോസ് ചെയ്യണം. ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കരുത്, ടൈറ്റിലിൽ നിങ്ങൾ ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കരുത്. നല്ല രീതിയിൽ തന്നെ ക്ലിക്ക് ബൈറ്റ് എന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന കാര്യങ്ങളെ അല്ല ടൈറ്റിലും തമ്പനയിലും വെച്ചാൽ അത് ക്ലിക്ക് ബൈറ്റ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോസിൽ ഇപ്പം 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് അവർ പെട്ടെന്ന് ഞാൻ നേടിക്കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനൊരു തമ്പനയിൽ ടൈറ്റിൽ ഉണ്ടാക്കിയാൽ അതിലുള്ള കാര്യം, ആ വീഡിയോയിൽ കൊടുക്കുന്ന കാര്യം അത്തരത്തിലുള്ളതായിരിക്കണം. ആ ഒരു ഓഡിയൻസിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ടൈറ്റിലും തമ്പനയിലും എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു അൽഗോരിതം അനുസരിച്ച് വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായി ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാൻ നോക്കുക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെറിയ കുട്ടി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ റീച്ചിലോട്ട് എത്താനുള്ള സാധ്യത കുറവാണെന്നാണ് പുതിയൊരു അൽഗോരിതം പ്രകാരം കണ്ടുവരുന്നത്. അതായത് നിങ്ങൾ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ബോറടിപ്പിക്കുന്ന രീതിയിലും ഓഡിയൻസിനെ 8 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്മെന്റ് ആക്കുന്ന രീതിയിലും ചെയ്യരുത്. നിങ്ങൾ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് 8 മിനിറ്റിൽ കുറവാണെങ്കിലും സ്പഷ്ടമായി എത്രയാണോ കൊടുക്കാനുള്ളത് അത് കൊടുക്കണം. അത് ഓഡിയൻസിന് ബോറടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യരുത്. നിങ്ങൾ 8 മിനിറ്റിൽ കൂടുതൽ ആക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് ആണ് എന്ന് വെച്ചാൽ അത് അത്രയും ഓഡിയൻസിന് എൻഗേജഡ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം. ആ ഒരു ഓഡിയൻസിന് എൻഗേജഡ് ആയിട്ട് ഇരിക്കുന്നതോടൊപ്പം തന്നെ 8 മിനിറ്റ് പോയത് അറിയാൻ പറ്റില്ല, അത്തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കണം. ഓഡിയൻസ് റിട്ടൻഷൻ അധികരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ഓഡിയൻസിന് കൊടുക്കേണ്ടത്. കാരണം ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കുമ്പോഴാണ് ആ വീഡിയോ കൂടുതൽ വൈറലാവാനുള്ള സാധ്യത കൂടുന്നത്. നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ള പരാതി ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ പോകാത്തത്
അതായത് ഒന്ന് നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടാവും, പക്ഷെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. ക്ലിക്ക് ചെയ്യാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത് കൊടുക്കുന്നില്ല. അത് കൊടുക്കാണ്ട് ഇരിക്കും യൂട്യൂബ്. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ഏതാണ് അതിന്റെ മാത്രമായിരിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് ഇടാണ്ട്, ഇപ്പൊ ഞാൻ 10-24 ദിവസമായി വീഡിയോസ് ഇടാണ്ട് മാറി നിന്നില്ല. അപ്പൊ എന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നത് ഇല്ലാണ്ടാവും. നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത് ഇപ്പൊ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ വ്യൂസും താരതമ്യം കുറയും. അപ്പൊ ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ AI സഹായത്തോട് കൂടിയിട്ടാണ് യൂട്യൂബിലെ അൽഗോരിതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഒതന്റിക് കണ്ടന്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, റീയൂസ്ഡ് കണ്ടന്റ്, യൂട്യൂബ് പോളിസി വയലേഷൻ, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നിങ്ങളുടെ ഓൺ കണ്ടന്റ് തന്നെ നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടേതല്ലാത്ത കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പണി കിട്ടും. നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവുന്നതായിരിക്കും. ലൈവ് ചെയ്യുമ്പോൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്, പല പേർക്കും മോണിറ്റൈസേഷൻ പോകുന്നുണ്ട്. സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ അത് അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ല, അതുകൊണ്ടാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കാത്തത്. ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറയാം, അവർക്ക് കിട്ടിയല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഒരിക്കലും യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇൻഒതന്റിക് കണ്ടന്റ്, റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ ആദ്യം എടുത്ത് കളഞ്ഞ ശേഷം നിങ്ങളുടെ ചാനൽ ശുദ്ധീകരണം ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്യാം. എന്നതിന് ശേഷമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അതല്ല ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ തന്നെ വീഡിയോസ് ഇട്ടിരിക്കുന്നത് യൂട്യൂബ് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത്തരത്തിൽ പോളിസി വയലേഷൻ അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ഇതൊക്കെ തന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. 14 ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മോണിറ്റൈസേഷൻ തിരിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിൽ പുതിയൊരു യൂട്യൂബിന്റെ അൽഗോരിതം പ്രകാരം AI സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസേഷൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പ്രവർത്തിക്കുക. മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലിൽ വളരെയധികം ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഒരുപാട് പേര് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി നന്നായി പരിശ്രമിക്കും. മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം പിന്നെ അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക, നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. എന്തായാലും നിങ്ങൾക്ക് എത്ര വ്യൂസ് ആണോ അത് അധികരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ സമയം മാറ്റി മാറ്റി പ്രവർത്തിക്കുക. ഏത് സമയത്താണോ ഇടുന്നത് ആ സമയത്തിൽ വ്യൂസ് വരുന്നില്ലെങ്കിൽ സമയം മാറ്റി നോക്കുക. നിങ്ങളുടെ ഓരോ കണ്ടന്റും ഓരോ സമയമുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഏത് സമയത്താണോ നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ ക്ലിക്കായിട്ട് മുന്നോട്ട് പോകുന്ന ആ സമയം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് എപ്പോഴും നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കൊടുക്കാൻ നോക്കുക. നിങ്ങളുടെ ഓഡിയൻസിന് മനസ്സിലാവണം ഇന്ന സമയത്ത് ഇന്ന ചാനലിൽ നിന്ന് വീഡിയോസ് വരുന്നതാണ്, അത് കാണാണ്ടിരിക്കാൻ പറ്റില്ല, അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓഡിയൻസിന്റെ മനസ്സിൽ ആ ഒരു ചിന്ത വരണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആ സമയം ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടന്റ് നിങ്ങൾ കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. യൂട്യൂബിലെ അൽഗോരിതം മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വേവലാതിപ്പെടേണ്ട, അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. യൂട്യൂബിൽ എപ്പോഴും വിട്ടു നിൽക്കാണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. അതുപോലെ കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് സ്വയം വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഈ വീഡിയോ കൊടുത്താൽ കൊള്ളാവുന്നതാണ് എന്ന് സ്വയം തോന്നലോടുകൂടി വീഡിയോസ് കൊടുക്കുക. പഴയ കാലഘട്ടം പോലെ എന്തും ഇട്ടാലും വിജയിക്കുമെന്നുള്ള തോന്നൽ വരരുത്. നല്ല രീതിയിൽ കണ്ടന്റ് എൻഗേജഡ് ആക്കി ഇരുത്തുന്ന പോലെയുള്ള ടോപ്പിക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. പഴയ പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ വീഡിയോസ് മുന്നോട്ട് പോകാത്തതിന്റെ കാരണം നല്ല കോമ്പറ്റീഷനാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ കണ്ടന്റിൽ നല്ല ക്വാളിറ്റി വരുത്തിയാൽ മതി. ഇപ്പൊ വീഡിയോയിൽ ക്വാളിറ്റി കുറവാണെങ്കിലും വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടി എന്തായാലും ഒരു മൈക്ക് ഉപയോഗിക്കുക. പിന്നെ വീഡിയോ ക്വാളിറ്റി കുറവാണെങ്കിലും നിങ്ങൾ യാതൊരു രീതിയിൽ ടെൻഷൻ ആവേണ്ട. കണ്ടന്റ് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് ഒരു മൊബൈൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. കണ്ടന്റിലാണ് കാര്യം, അല്ലാണ്ട് ക്വാളിറ്റി വലിയ രീതിയിൽ വേണമെന്നല്ല. പക്ഷെ കണ്ടന്റ് നിങ്ങൾക്ക് സ്പഷ്ടമായി കൊടുക്കാൻ കഴിഞ്ഞോ നിങ്ങളുടെ ചെറിയൊരു ക്വാളിറ്റി കുറവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണും, അതെന്തായാലും യൂട്യൂബ് അപ്പാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. നിങ്ങളുടെ ശ്രമത്തിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഗാഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ തുടക്കത്തിൽ പൈസ ചിലവാക്കിയിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നീട് നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഗാഡ്ജറ്റ്സുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് പിന്നീടുള്ള കാര്യം ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ എന്തായാലും പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ചാനലിൽ നിന്ന് വിട്ടുനിൽക്കാതെ തന്നെ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും റെഗുലറായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.